ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗുവാഷ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. ഗുവാഷിൻ്റെ ടിപ്സും ടെക്നിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഗുവാഷ് എന്ന് പറഞ്ഞ മീഡിയത്തിന് ഒപ്പേക്ക് വാട്ടർ കളേഴ്സ് നമ്മൾ പറയും. പക്ഷേ അത് വാട്ടർ കളർ ആണെന്ന് വെച്ചാൽ വാട്ടർ കളറും അല്ല, ആക്രിലിക് പെയിൻറ്റിംഗ് ആണെന്ന് വെച്ചാൽ ആക്രിലിക് പെയിൻറ്റിങ്ങും അല്ല. അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു മീഡിയമാണ് ഗുവാഷ്. കുറച്ച് പേർക്കെങ്കിലും ഗുവാഷ് എങ്ങനെയാണ് പ്രോപ്പർലി യൂസ് ചെയ്യേണ്ടതെന്നുള്ള വലിയ ഐഡിയ ഒന്നും കാണില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഗുവാഷ് എന്ന് പറയുന്നത് പൊതുവേ ഒരു മാറ്റ് ഫിനിഷ് തരുന്ന ഒരു മീഡിയമാണ്. നമ്മൾ ഗുവാഷിൽ ലെയർ ചെയ്യുന്നുണ്ട്, ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ടെക്നിക്സും നമ്മൾ ഗുവാഷിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടെക്നിക്സൊക്കെ യൂസ് ചെയ്യാൻ കൺസിസ്റ്റൻസി റിയലി മാറ്റേഴ്സ്. നമ്മൾ ഗുവാഷിൻ്റെ കൺസിസ്റ്റൻസി പ്രോപ്പർലി നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഗുവാഷ് പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്പുട്ട് വളരെ പാച്ചി ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക. നമ്മൾ വാട്ടർ കളേഴ്സ് ചെയ്യുന്ന പോലെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം അല്ല ഗുവാഷിൻ്റെ. അതുപോലെ തന്നെ ഗുവാഷ് നമ്മൾ ഡയറക്റ്റ്ലി ട്യൂബിൽ നിന്ന് എടുത്ത് അത് വെച്ച് കളേഴ്സ് മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഓൾറെഡി ഡ്രൈഡ് ആയിട്ടുള്ളൊരു ഗുവാഷ് പെയിൻറ്റ് ആക്ടിവേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് ഓൾമോസ്റ്റ് ഒരു വാട്ടർ കളറിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഈ കാണുന്ന രണ്ട് കളേഴ്സിൽ നമ്മൾ ഡയറക്റ്റ്ലി ആ ഒരു ട്യൂബിൽ നിന്ന് എടുത്തിട്ടുള്ള കളറിൽ നമ്മൾ കുറച്ച് ഒരു പൊടിക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരു ബട്ടറി എഫക്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് സോളിഡായിട്ട് നമുക്ക് കളേഴ്സ് ഫില്ല് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഒട്ടും പാച്ചി ആവാതെ നമുക്ക് കിട്ടും. പക്ഷേ ആ സെയിം കളറിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു വാട്ടർ കളറിൻ്റെ എഫക്റ്റാണ് കിട്ടുക. ഒരു വാട്ടർ കളറിൻ്റെ എഫക്റ്റ് കിട്ടിയാലും തന്നെയും അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കാണാൻ പറ്റില്ല ഫൈനൽ ഔട്ട്പുട്ടിൽ. എപ്പോഴും ഗുവാഷ് ചെയ്യുന്നതിന് മുമ്പ്, മെയിൻ പേപ്പറിൽ ഗുവാഷ് പെയിൻറ്റിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് ഒരു ബട്ടറി കൈൻഡ് ഓഫ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഏതെങ്കിലും ഒരു പേപ്പറിൽ. കാരണം അത്രയും ഒപ്പേക്കായിട്ട് തന്നെയാണോ ആ കളറ് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ആ സെയിം ഒരു കൺസിസ്റ്റൻസിയിലുള്ള പെയിൻറ്റ് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ക്ലൗഡ്സ് വരയ്ക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വെച്ചിട്ടാണ് ക്ലൗഡ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഹൈലൈറ്റ്സ് പോലെ തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് പ്യുവർ വൈറ്റ് ഗുവാഷ് വെച്ചിട്ട് ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിലിംഗ് കൊടുക്കുന്ന സമയത്തും നമ്മൾ ആ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം. വെള്ളം വളരെ കുറച്ച് വേണം വൈറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ലൂസൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഫില്ല് ചെയ്യാൻ നേരത്ത് കഴിയുന്നതും ഫ്ലാറ്റ് ബ്രഷ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഒരേ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് അത്യാവശ്യം കളർ ലോഡ് ചെയ്തിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഈ പേപ്പറിൻ്റെ ആ ഒരു ടെക്സ്ചർ വിസിബിളായിട്ട് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കളർ റീലോഡ് ചെയ്തിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ പാച്ചിനെസ് ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഫ്രം ടോപ്പ് ടു ബോട്ടം ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഇൻ ബിറ്റ്വീൻ കളർ ഗ്രേഡിയൻറ്റ് ട്രാൻസിഷൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന സ്കൈയിൽ മോൾ ഭാഗത്ത് ബ്ലൂവും താഴ്ഭാഗത്ത് ഒരു വൈറ്റ് ഷെയ്ഡുമാണ് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ അത് വരുത്താൻ വേണ്ടി ഞാൻ ഇൻ ബിറ്റ്വീൻ വൈറ്റ് പെയിൻറ്റും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആവശ്യത്തിലുള്ള വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഈ രണ്ട് കളേഴ്സും ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓവറായിട്ട് നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ കളർ ലിഫ്റ്റപ്പ് ചെയ്ത് പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി റിയലി മാറ്റേഴ്സ്. നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ സാധാരണ അതിൽ യൂസ് ചെയ്യുന്ന ബ്ലെൻഡിങ് ടെക്നിക്കും അതുപോലെ വാഷ് ചെയ്യുന്ന ടെക്നിക്കും ഒക്കെ ഡിഫറെൻ്റ് ആണ്. വാട്ടർ കളേഴ്സിൽ നമ്മൾ എന്താ ചെയ്യുക, ആ ഒരു ഷാർപ്പ് എഡ്ജ് ഒന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അരികത്ത് ഒരു വെറ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ഒരു ഷാർപ്പ് ലൈൻ മാറി അതങ്ങ് ബ്ലെൻഡായിട്ട് വരും. ആ ടെക്നിക്ക് നമുക്ക് ഗുവാഷിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഗുവാഷിൽ നമ്മൾ കൂടുതലും ലെയർ ചെയ്യുക ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഇപ്പോൾ കാണിക്കുന്ന പെയിൻറ്റിങ്ങിൽ തന്നെ നമ്മൾ വാട്ടർ കളർ ആണെങ്കിൽ വാട്ടർ കളർ നമ്മൾ ക്ലൗഡ്സ് വരയ്ക്കുന്ന രീതി ഇങ്ങനെയല്ല. ആ ഒരു വൈറ്റ് സ്പേസ് വിട്ടിട്ടായിരിക്കും നമ്മൾ കൂടുതലും ക്ലൗഡ്സ് വരയ്ക്കുക. പക്ഷേ ഗുവാഷിൽ അങ്ങനെയല്ല. നമ്മൾ മെയിൻ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ ലെയറിംഗ് ആണ് ചെയ്യുക. അപ്പോൾ ഗുവാഷിൻ്റെയും വാട്ടർ കളറിൻ്റെയും ഡിഫറൻസിൽ മെയിൻ കാര്യം ലെയറിംഗ് ആണ്. ഗുവാഷിൽ നമ്മൾ കളേഴ്സ്, അതായത് ഹൈലൈറ്റ്സ് ആണെങ്കിലും ഷാഡോസ് ആണെങ്കിലും ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും അതിൻ്റെ മുകളിൽ ലൈറ്റ് ഹൈലൈറ്റ്സ് ആണെങ്കിൽ കൂടി നമ്മൾ ലെയർ ചെയ്തിട്ടാണ് ആ ഒരു പെയിൻറ്റിങ് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഈ പെയിൻറ്റിങ്ങിലുള്ള എല്ലാ എലമെൻറ്റ്സും ബാക്ക്ഗ്രൗണ്ടിലുള്ള റോക്ക് ആണെങ്കിലും ഈ ഷിപ്പാണെങ്കിലും എല്ലാം നമ്മൾ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് കളർ കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ ലെയർ ചെയ്തിട്ടാണ് നമ്മൾ എലമെൻറ്റ്സും ഡീറ്റെയിലിങ്ങും ആഡ് ചെയ്ത് വരുന്നത്. ഗുവാഷ് എന്ന് പറയുന്ന മീഡിയം എല്ലാവർക്കും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു ട്രിക്കി മീഡിയം ആണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.